യോഗ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോഴത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ, ലൈഫ് സ്റ്റൈലില് ഒരുപാട് അസുഖങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു, അല്ലേ? അപ്പോ ഇനിയുള്ള കാലം നമ്മൾ എന്നോ ചെയ്തു തുടങ്ങേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ഇപ്പോൾ എപ്പോഴും നടക്കുകയോ ഓടുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബൈക്ക് ഓർ സ്കൂട്ടി അല്ലെങ്കിൽ കാറ്, അല്ലേ? നടക്കാറില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫിസിക്കൽ എക്സസൈസുകൾ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഇപ്പോ 90% പേരുടെ കാര്യം ഇതാണ്. ഇപ്പോ യോഗയും അതുപോലെ വ്യായാമവും ജിമ്മും സുംബയൊക്കെ ആളുകൾ പോയി ചെയ്യുന്നുണ്ട്. ഓരോ അസുഖങ്ങൾ വരുമ്പോഴാണ്. നമ്മളൊരു അസുഖം വരാൻ കാത്തിരിക്കരുത്. ഒരു യോഗയോ വ്യായാമമോ ജിമ്മിൽ പോകാനോ സുംബ ചെയ്യാനോ മറ്റ് എക്സസൈസുകൾ ചെയ്യാനോ. നമ്മൾ എപ്പോഴും നല്ല ആരോഗ്യവാൻ അല്ലെങ്കിൽ നല്ല ആരോഗ്യവതിയായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രധാനമായി ഞാൻ എപ്പോഴും പറയുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മൾ പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ ഉറക്കം മിനിമം 8 മണിക്കൂർ എന്ന് എല്ലാവരും പറയുന്ന പോലെ 6 മണിക്കൂറെങ്കിലും നിർബന്ധമായി നിങ്ങൾ ഉറങ്ങിയിരിക്കണം. അത് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ, മിനിമം. പിന്നെ ഭക്ഷണം കൃത്യസമയത്ത് കൃത്യസമയത്ത് കഴിക്കണം. തോന്നുന്ന സമയത്ത് തോന്നുന്ന രീതിയിൽ കഴിക്കരുത്. പിന്നെ എന്ന് രാവിലെ 1 മണിക്കൂർ യോഗയും വ്യായാമവും ചെയ്യാം. അത് നമ്മൾ പല ആളുകളും യോഗ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കുറെ സൂര്യ നമസ്കാരം അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ ശരീരം മുഴുവൻ ലൂസിങ് എക്സസൈസ് ചെയ്യാം. ഒരു വാമപ്പ്, ഒരു സ്ട്രെച്ചസ്, ലൂസിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് ശരീരത്തെ നന്നായിട്ടൊന്ന് ചെയ്യുക. അതിനുശേഷം കുറച്ച് ആസനാസിൽ കയറുക, പിന്നെ സൂര്യ നമസ്കാരം കയറുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്ന് നമ്മളൊരു 10 മിനിറ്റ് പ്രാണായാമം നിങ്ങൾ സ്വയം സമയം കണ്ടെത്തി രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ചെയ്യണം. എന്നൊരു 10 മിനിറ്റ്, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, ഒന്നുകിൽ രാത്രി കിടക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ. ഞാൻ യോഗയായാലും പ്രാണായാമയായാലും മെഡിറ്റേഷൻ ആയാലും എന്ത് ചെയ്യാൻ ഞാൻ പറയുന്നത് ഒന്നുകിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് യോഗാസനങ്ങൾ, സൺ സല്യൂഷൻ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം രാവിലെ മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. രാത്രി നിങ്ങൾക്ക് കിടക്കുന്ന സമയത്ത് പ്രാണായാമം, അതായത് ബ്രീത്ത് എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ഇപ്പോ മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ തന്നെ ഒരുപാട് ബുക്കുകളിൽ വായിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? കേട്ടാൽ മാത്രം അറിഞ്ഞാൽ പോലും നിങ്ങൾ ഇത് അനുഭവിച്ചറിയണം. അപ്പോഴാണ് അതിന് റിസൾട്ട് വരുന്നത്. പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്താലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചറിയണം. ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അത് യോഗ ചെയ്താലുള്ള ഗുണങ്ങൾ, ഇത് ശരിക്കും നമ്മൾ ചെയ്യണം. ഇപ്പൊ പല ആളുകളും ഞാൻ യോഗ കോഴ്സ് പഠിച്ചു, 1 മാസത്തെ കോഴ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞത് കൊണ്ട് നമ്മളെ ശരീരം ഓക്കെ ആയിക്കൊള്ളുന്നില്ല. നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രാക്ടീസ് ഡെയിലി 1 മണിക്കൂർ. നമ്മൾ 3 നേരം കൃത്യമായി ഭക്ഷണം കഴിക്കുന്നല്ലേ? ഏതെങ്കിലും ഒന്നിനെ സ്കിപ്പ് ചെയ്യാറുണ്ടോ? ഒരു ദിവസം സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല, 2 ദിവസം സ്കിപ്പ് ചെയ്താലോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 1 മണിക്കൂർ യോഗയും വ്യായാമം എന്നിട്ട് രാവിലെ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ എല്ലാവരും പറയുന്നതറിയോ? സമയമില്ല. നമുക്ക് നമ്മുടെ മനസ്സിനും ചിന്തകൾക്കും ശരീരത്തിനും ആരോഗ്യത്തിനും വലിയ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ലേ? വീട്ടിൽ റെസ്റ്റ് എടുക്കാത്ത സമയം വേണ്ടേ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയം വേണ്ടേ? ഡോക്ടറെ കാണുന്ന സമയം വേണ്ടേ? നമ്മൾ കൃത്യമായി നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ട് മതി മറ്റെല്ലാ പ്രയോറിറ്റി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം മതി നിങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും പ്രയോറിറ്റി. നിങ്ങൾ നല്ല ആരോഗ്യത്തിൽ നല്ല എനർജി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവരെ നോക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ ഞാനൊരു 6 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിൽ തന്നെ ഒരുപാട് ടെൻഷൻ, സ്ട്രെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ്, താല്പര്യം തോന്നിയത് ശേഷം ഞാൻ ഇത് പഠിച്ച് ആദ്യം പഠിച്ച് കുറെ പഠിച്ച് ചെയ്ത് പിന്നെ അതിന്റെ എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് യോഗ പഠിപ്പിക്കാൻ ഞാൻ തുടങ്ങിയത്.
എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നു പോയി. ഒരാൾക്ക് പോലും ഒരു കംപ്ലൈന്റോ ഒരു പ്രശ്നമില്ല ഞാൻ ക്ലാസ് കൊണ്ടുവന്നു. കാരണം ഞാൻ നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ യോഗ പഠിച്ചത് കൊണ്ട് നമ്മുടെ മാനസികമായ, ചിന്താപരമായ, ശാരീരികമായ പ്രശ്നങ്ങൾ പരിഹരണം നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്കതാണ് പറയാനുള്ളത്. നമ്മൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. പറ്റില്ലേ? പറ്റണം. ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ യോഗ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടു കേട്ടോ. ഈ പ്രാണായാമം, ഈ മെഡിറ്റേഷൻ എല്ലാം ഉൾപ്പെട്ടു. ഇപ്പോ ഞാൻ എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്നും രാത്രി ഉറങ്ങുമ്പോൾ ഒരു മെഡിറ്റേഷൻ തന്നിട്ടുണ്ട്. എന്നും ആ മെഡിറ്റേഷൻ, ആ പോസിറ്റീവ് തോട്ട്സ് ഉള്ള ഇൻഫർമേഷനുമായി ഹെഡ്ഫോൺ വെച്ച് കേട്ടിട്ടാണ് ഇവിടെ എല്ലാവരും ഉറങ്ങുന്നത്. അതിന്റെ റിസൾട്ട് അപാരമായ റിസൾട്ടാണ്. പലരോടും പറയുന്നത്, പല അസുഖങ്ങളുള്ള ആളുകളോട് പറയാറുണ്ട് ഇന്ന പ്രാണായാമ സമയത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെ ചെയ്യും. എനിക്കറിയാം ഇവരാരും ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് തിങ്കൾ മുതൽ ശനി വരെയും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് തിങ്കൾ മുതൽ ശനി വരെ ക്ലാസ് നിങ്ങളെ കൂടി ചെയ്യിക്കുന്നത്. എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, വീഡിയോ കാണുന്നവർക്കും അറ്റൻഡ് ചെയ്യാത്തവർക്കും നമ്മൾ ഡിഫറെന്റ് ആയിരിക്കും. അറ്റൻഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കും. ഞാൻ തിങ്കൾ മുതൽ ശനി വരെ ഒരു ട്രാക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ബേസിക് ലൂസിങ് എക്സസൈസും മറ്റു കാര്യങ്ങളും കുറച്ച് ബേസിക്, ചൊവ്വാഴ്ച മുഴുവൻ കിടന്നുകൊണ്ടുള്ള ആസനങ്ങളും മറ്റു കാര്യങ്ങളും, ബുധനാഴ്ച കുറച്ച് ആസനാസും യോഗയും കൂടിയിട്ട് ബോക്സ് പ്രാണായാമ, വ്യാഴാഴ്ച മുഴുവൻ നിന്നുകൊണ്ടുള്ള വ്യായാമങ്ങളും ആസനങ്ങളും, വെള്ളിയാഴ്ച വീണ്ടും മുഴുവൻ കടന്നുകൊണ്ടുള്ള, ശനിയാഴ്ച, അങ്ങനെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല എനർജിയോടെ പോകാൻ വേണ്ടി, ഒരു ബോറടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ പറയുന്ന വീഡിയോ കൂടുതലാക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയ യോഗ. നിങ്ങൾക്ക് യോഗയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ഇതിൽ കാണാൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം. ഒരു കാര്യം ഞാൻ പറയാം, യോഗയും വ്യായാമം ചെയ്താലുള്ള ഒരു ഗുണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിലവിലുള്ള 90% അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനും പുതിയൊരു അസുഖം വരാതിരിക്കാനും നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ തന്നെയാണ്. ഒരുപാട് പേര് നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ റിസൾട്ട്. ഞാൻ എൻ്റെ ഓരോ മെസ്സേജുകൾ, ഓരോ വാക്കുകൾ, ഓരോ ക്ലാസ്സുകൾ, ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. നിരന്തരമായി നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളെ ഞാൻ എല്ലാവരുടെ പ്രശ്നമാക്കി മാറ്റുകയും അതിനെ തരംതിരിച്ചാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോ യോഗ എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യുന്നവരായാലും മറ്റുള്ള അറ്റൻഡ് ചെയ്യുന്ന അത് സ്ഥിരമായി ജീവിതത്തിന്റെ ഭാഗത്ത് മാറ്റണം. ഒരു അസുഖം വരുമ്പോൾ, ഒരു ഉദാഹരണം, ഒരു മൈഗ്രെയിൻ വരുമ്പോൾ ആൾക്കൊരു മൈഗ്രെയിൻ ആണ്, കുറെ ഡോക്ടറെ കണ്ട് ഗുളിക മാറിയിട്ട്, അപ്പൊ ആരെങ്കിലും പറയും യോഗ ചെയ്താൽ മതി. യോഗ ചെയ്ത് 1 മാസം പോയി യോഗ ചെയ്യും. യോഗ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, മൈഗ്രെയിൻ മാറിയില്ല. ഒരു പ്രവൃത്തി 90 ദിവസം തുടർച്ചയായി കൊണ്ടുപോകുമ്പോൾ അതിന്റെ റിസൾട്ട് വന്നിരിക്കും, ഉറപ്പ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. മനസ്സിലാവണ്ടോ? ബാക്ക് പെയിൻ നമ്മുടെ ഒരുപാട് പേര് അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങൾ 1 മാസം കൊണ്ട് ബാക്ക് പെയിൻ മാറില്ല. നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് പെയിൻ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. യോഗ കൊണ്ട് 100% അസുഖം മാറും ഞാൻ പറയുന്നില്ല, ഞാൻ പറയൂല. നമുക്ക് എന്ത് മാനസിക ചിന്ത, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഡോക്ടറെ കാണണം, ഡോക്ടറെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ അടുത്ത് ഒരു അസുഖവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി വിളിച്ച് ഞാൻ ആ കാര്യം ഡോക്ടറെ ഡിസ്കസ് ചെയ്ത ശേഷം ചെയ്യിക്കാറുള്ളൂ. ഹെവി ആയിട്ടുള്ള സർക്കസ് പോലെ യോഗാസനം ഞാൻ ചെയ്യിക്കാറില്ല. ഒരു യോഗ തെറാപ്പി എന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എന്നോട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കറിയാം. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജുകൾ നിങ്ങൾക്കറിയാം. കൃത്യമായ രീതിയിൽ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.